ഹലോ ആസ്പിരൻസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജി കെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് കഴിഞ്ഞ വീഡിയോയിൽ ജി കെൻ്റെ ഡീറ്റെയിൽ സിലബസ് ഞാൻ പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് വരുന്ന ഡീറ്റെയിൽ സിലബസ് ആണ് ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും നടക്കുന്ന റെലവെന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഈ ലോകത്ത് പല വിഷയങ്ങളും നടക്കുന്നുണ്ട്, പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്, പല മൈൽ സ്റ്റോൺസ് ആയി ഒരുപാട് ഈവൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റഡ് ആവണം. അപ്ഡേറ്റ് ആവാൻ നിങ്ങൾക്ക് പത്രം വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ ഏറ്റവും നല്ലത് ഒരു ഇംഗ്ലീഷ് പത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും ഡെവലപ്പ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വഴികളിലൂടെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ഡേറ്റഡ് ആയിരിക്കാം. കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ ഡെയിലി നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് പഠിക്കണം. നിങ്ങൾ ഡെയിലി ഒരു നോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പത്രം വായിച്ചോ ഓൺലൈൻ മീഡിയയോ എന്ത് യൂസ് ചെയ്യും, നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യണം. കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിങ്ങൾ നോക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെന്റ്സ്. ഓക്കെ, ഇപ്പോൾ ഈ രാജ്യത്ത് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കീ അപ്പോയിൻമെന്റ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ പുതിയതായി വൈസ് പ്രസിഡന്റ് എലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ അപ്പോയിൻമെന്റ്, ആളുടെ പേരെന്താണ്? ഓക്കെ, അപ്പോൾ പല കീ പോസ്റ്റുകളിൽ, ഓക്കെ, പല ഗവൺമെന്റ് കീ പോസ്റ്റുകളിൽ നടക്കുന്ന പ്രത്യേകിച്ച് ലീഗൽ പോസ്റ്റുകളുടെ അപ്പോയിൻമെന്റ് എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ അറിയണമെങ്കിൽ ഡെയിലി നിങ്ങൾ പത്രം വായിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൺലൈൻ മീഡിയാസോ ഏത് രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ അപ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെന്റ്സ്. പിന്നെ സ്പോർട്സ് കറണ്ട് അഫയേഴ്സ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏതെങ്കിലും സ്പോർട്സിൽ എന്തെങ്കിലും റെക്കോർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സ്പോർട്സ് കറണ്ട് അഫയേഴ്സ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് അവാർഡീസ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വല്ല ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ് കൊടുത്തിട്ടുണ്ടോ എന്നെങ്കിൽ അത് ഈ ഉജാല ഏഷ്യനെറ്റ് ഫിലിം അവാർഡൊന്നും അല്ല, ഇപ്പോൾ ഗവൺമെൻറ് അക്രഡിറ്റഡ് ആയിട്ടുള്ള അവാർഡുകളുണ്ട്. ജ്ഞാനപീഠം അങ്ങനെയുള്ള ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ ഓസ്കാർ അവാർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓസ്കാർ അവാർഡ്സ് ആർക്ക് കിട്ടിയത്? ബെസ്റ്റ് പിക്ചർ ഏതാണ്, ബെസ്റ്റ് ആക്ടർ ഏതാണ്, ബെസ്റ്റ് ആക്ട്രസ് ഏതാണ്? അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അങ്ങനത്തെ റിനൗണ്ട് ആയ അവാർഡുകൾ അത് ആർക്ക് ലഭിച്ചു, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. പിന്നെ ഈ ഗെയിംസ് ടൂർണമെൻറ്റ് അതിൻ്റെ വെന്യൂ, ഗെയിംസ് ടൂർണമെന്റ് അതിന്റെ വെന്യൂ. ഇപ്പോൾ ഏതെങ്കിലും ഗെയിംസ് നടക്കുന്നുണ്ട്, ഇപ്പം നടന്നതോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതോ ഒളിമ്പിക്സോ അങ്ങനെ ഏതെങ്കിലും ഗെയിംസ് ഉണ്ട്, അതിന്റെ വെന്യൂ അത് എവിടെ വെച്ചാണ് നടക്കുന്നത്. അതുപോലെ ഏത് ഒരു ടൂർണമെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വെന്യൂ. ഇപ്പം നമ്മുടെ ICC ക്രിക്കറ്റ് T20 വേൾഡ് കപ്പ് വരാൻ പോകണം, അത് എവിടെയാണ് നടക്കുന്നത്, നിങ്ങൾ നോക്കി കണ്ടുപഠിക്കുക. ഓക്കെ, അതൊരു കറണ്ട് അഫെയർ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വർഷ കാലയളവ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പ് എവിടെയാണ്, ഇനി വരാൻ പോകുന്ന ഒളിമ്പിക്സ് എവിടെയാണ്. അപ്പോൾ ഗെയിംസ് അതിൻ്റെ വെന്യൂ, ടൂർണമെന്റ്സ് അതിൻ്റെ വെന്യൂ എവിടെ വെച്ചാണ് നടക്കുന്നുള്ളത്. പിന്നെ തീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എയ്ഡ്സ് ഡേക്ക് അവരെന്ത് ചെയ്യും? ഒരു തീം ഇറക്കും. അതെല്ലാം ചിലപ്പോൾ ഓരോ വർഷവും അടുത്ത വർഷം സെയിം തീമായിരിക്കും, ചിലപ്പോൾ ഓരോ വർഷം ഒരു തീം മാറ്റി എടുക്കും. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ എയ്ഡ്സ് ഡേയുടെ തീം എന്താ? ഓക്കെ, എൻവയോൺമെന്റ് ഡേയുടെ തീം എന്താ? തീം കൃത്യമായിട്ട് നമ്മൾ അവിടെ സൈറ്റിൽ നോക്കി കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ ആ തീംസ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കുക. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരും. ഇനി കറണ്ട് അഫയേഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു 2023 ഒരു ജൂൺ തൊട്ട് 2024 ഒരു ജൂലൈ വരെയുള്ള ഒരു വർഷം, ഇയർലി 1 ഇയർ, ആ ഒരു കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യട്ടെ? പഠിക്കേണ്ടത്. ആ ഒരു കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ലാസ്റ്റ് 1 ഇയർ കറണ്ട് അഫയേഴ്സ്. പിന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പല PSC പബ്ലിക്കേഷൻസും ലാസ്റ്റ് 1 ഇയർ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക? ബുക്ക് അവരിറക്കും. ഞാൻ എൻ്റെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനത് മേടിച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് അവർ പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളിൽ പോയിട്ട് നിങ്ങൾക്ക് മേടിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ GKയുടെ ബുക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേടിക്കാൻ കിട്ടും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ വെച്ച് നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബാങ്ക് കോച്ചിങ്, കോമ്പറ്റിറ്റീവ് എക്സാമിന് കോച്ചിങ് കൊടുക്കുന്ന സൈറ്റുകളുണ്ട്, യൂട്യൂബ് ചാനൽസ്. അവരൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഫോൺ എടുത്ത് കുത്തി സെർച്ച് ചെയ്യാനുള്ള ക്ഷമ മാത്രം കാണിച്ചാൽ മതി. നമുക്ക് ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോൺ എന്ന് പറയുന്ന സാധനം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ GK കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വാസ്റ്റ് ആണെന്നുള്ള ഒറ്റൊരു കാര്യമുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഒട്ടും നിങ്ങൾ കുറവ് വരുത്തത്, മാക്സിമം വർക്ക് ചെയ്യുക. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ഈസ് 90% ഹാർഡ് വർക്ക് ആൻഡ് 10% ലക്ക്. ഓക്കെ, ആ 90% നിങ്ങൾ പോക്കറ്റിലാക്കിയ പ്ലസ് 10% നിങ്ങളുടെ കൈകളിലേക്ക് ഓട്ടോമാറ്റിക്കായി വരും. അപ്പോൾ ആസ്പിരൻസ് വർക്ക് വെൽ. അപ്പോൾ ഉഷാറായി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റ് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കണ്ടന്റ് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.